ഇന്നത്തെ വീഡിയോ ഇതാക്കണ ഒരു നനച്ചിരിക്കാത്തൊരു വീഡിയോ ആട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ ഒരു വീഡിയോ ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഒരു കഥ ഞാനങ്ങോട്ട് പറഞ്ഞുതരാം. വൈകുന്നേരം ആയപ്പോൾ ഞാനിതാ ചായക്ക് കടി എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച് രാവിലെ തന്നെ അരിയൊക്കെ വെള്ളത്തിലിട്ട് എൻ്റെ പരിപാടികൾ ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കണതിൻ്റെ ഇടയിലാണ് ഇവർക്ക് ആ ഒരു സംഭവം ഉണ്ടായത് കേട്ടോ. എന്താണെന്നല്ലേ, ഒരു നോമ്പ് തുറ ഉണ്ടായത്, ചെറിയൊരു നോമ്പ് തുറ ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്താണ്ട് ഒരു തട്ടിക്കൂട്ടിയൊരു നോമ്പ് തുറ ആ ഒരു പ്ലാനിങ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പണി എടുക്കുക, ഞാനൊന്നും അറിയാതെ ഇതൊക്കെ വീഡിയോ എടുക്കാമല്ലോ, എപ്പോഴെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇടാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ എടുത്തിട്ട് അങ്ങനെ ഇടയിൽ നിൽക്കുമ്പോഴാണ് ഓല് പറഞ്ഞത് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു നോമ്പ് തുറ ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങളൊന്ന് സഹായിക്കണം എന്നില്ല കേട്ടോ. ആരൊക്കെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഉണ്ണിയപ്പം ചുട്ടിക്കണ നേരത്ത് എല്ലാവരും കൂടിയിട്ട് അവിടെ ടി വി കാണുന്നുണ്ടായിരുന്നു കേട്ടോ. കൊച്ചുണ്ട്, ആര്യയുണ്ട്, കുട്ടാപ്പിയുണ്ട്, ഉണ്ണിമോൾ, കുഞ്ഞാറ്റ, വൈക, ലിയ, അങ്ങനെ എല്ലാവരും ഇത് ടി വി കണ്ടിട്ട് ഇരിക്കുകയായിരുന്നു. പരീക്ഷൻ്റെ ഒക്കെ മുന്നല്ല വീഡിയോസാണ് ഇട്ടത്. അപ്പോൾ അതങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് പ്ലാൻ ചെയ്തതാണ്. ലിയക്ക് ഏതായാലും നോൽമ്പുണ്ട്, അപ്പോൾ ഓക്കൊരു നോൽമ്പ് തുറ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഞങ്ങളെ അയൽവക്കക്കാരൊരു തുറയാണ് കേട്ടോ, ചെറിയ മക്കളെ തുറയാണുള്ളത്. അങ്ങനെ എല്ലാവരും കൂടി അപ്പം ഷെയർ ഇട്ട് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറൊക്കെ ഇട്ട് ഇതാക്കണം. ഒരു 100-150 റുപ്യ 200 റുപ്യേൻ്റെ ഒരു കോഴി വാങ്ങി തന്നിട്ട് പറഞ്ഞു ഇതാണ് കറി വെച്ചോളി, പത്തിരി ഞങ്ങൾ ഇപ്പം കൊണ്ടുവരട്ടോ എന്ന്. അപ്പോൾ ഭാഗ്യമുണ്ട്, അല്ലെങ്കിൽ എന്നോട് പത്തിരിയും കൂടി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടേന്ന്. അപ്പം ഞാൻ ഏതായാലും ചിക്കൻ കറീൻ്റെ പണി എടുക്കട്ടെ എന്ന് വിചാരിച്ച് ചിക്കൻ കറി ഉണ്ടല്ലോ, അപ്പോൾ ഓൾക്ക് ഞാൻ അതാണ് ഉണ്ടാക്കി കൊടുത്താലേ ഓലങ്ങനെ പത്തിരിയും ചിക്കൻ കറിയും പിന്നെ കുറച്ച് എണ്ണക്കടികളും കാര്യങ്ങളൊക്കെ ഓല് വാങ്ങുന്നുണ്ട്. ഷടപടേ പരിപാടികളായിരുന്നു, ഞാനിത് അറിഞ്ഞിട്ടില്ലേന്ന്. ഇതൊക്കെ പാടറിയാതെയെന്ന് ഞാൻ ആ ഉണ്ണിയപ്പൊക്കെ ചുട്ടുകൊണ്ട് കുത്തിരുന്ന്. അപ്പോൾ ഞാൻ ഉണ്ണിയപ്പം ചായയൊക്കെ കുടിക്കാമല്ലോ എന്നില്ല അതിലായിരുന്നു. പക്ഷേ ഓൾക്ക് ഇപ്പം മണ്ടിപ്പായലാണ്. പിന്നെ ജ്യൂസ് ഉണ്ടാക്കണം, അങ്ങനെ കടികൾ വാങ്ങണം, പത്തിരി വാങ്ങാം, മമ്പാട് പോകണം, പിന്നെ ചിക്കൻ വാങ്ങണം, അങ്ങനെ എന്തൊക്കെയോ പരിപാടികൾ. ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെയാണ് മക്കളത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് ഇതൊക്കെ അറിഞ്ഞത്. ഏതായാലും നമ്മളെ ഒരു കൈ സഹായം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചിക്കനേ ഉള്ളൂ, മക്കൾ കുറച്ചല്ലേ ഉള്ളൂ, ഞങ്ങൾ ഈ ഒരു 3 വീട്ടുകാരുള്ളൂ. അപ്പോൾ പിന്നെ പുറത്തുനിന്നുള്ളത് നമ്മളെ കൊച്ചു മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒക്കെ ഒരേ ഒരു ഏജിൽ പെട്ട മക്കളാണ്, അതുകൊണ്ട് വലിയ വിഷയമൊന്നുമില്ല. പെൺകുട്ടികളായതുകൊണ്ടും വലിയ വിഷയമൊന്നുമില്ല. വേറെ എവിടേക്കും പോകൂലല്ലോ, നമ്മളെ ചുറ്റുവട്ടത്തിൽ തന്നെ ഉണ്ടാവും ചെയ്യും. അപ്പോൾ ഇത്തിരി കോഴിയുള്ളൂ, അതൊന്ന് വെള്ളമൊക്കെ നീട്ടിയാണ്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കട്ടെ കേട്ടോ. ഓലെ സന്തോഷമാണല്ലോ അല്ലേ. അപ്പോൾ ഞങ്ങളെ ലിയക്ക് ഒരു തുറവി അങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടേന്ന്. അപ്പം നമ്മളെ നോലുമ്പെടുക്കൽ ആകപ്പാട് ഒരൊറ്റ നോലുമ്പേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മളെ പീരീഡ്സ് ആയി, പിന്നെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാടായി. ഏതായാലും ഒരുപാടായി എന്നല്ല, ഒരു 10-20 ദിവസം കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ ഒരു 10 ദിവസം കൂടിയല്ലേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ഇതാക്കണത് ഒരു 5-6, ഒരു 3-4 കൂടി, 5-6 ഒരു 3-4 കിട്ടണം, അത്ര എടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും നോക്കട്ടെ. ഞാനെടുത്താൽ തന്നെ ഇവർക്ക് എല്ലാവർക്കും ചോറും കൂട്ടാനും ഉണ്ടാക്കലും പരീക്ഷയും ഒക്കെ പോത്തിന് നോക്കലും ഒക്കെ പാടേക്ക് കഴിയണില്ല, അതുകൊണ്ടാണ് നൂലുമ്പെടുക്കാത്തത്. പക്ഷെ എടുക്കാതെ നിൽക്കില്ല കേട്ടോ. നമ്മൾ 27,000 വേണ്ടിയിട്ട് കാത്തിക്കുകയാണ്. എല്ലാം കൂടി ഒരുമിച്ച് എടുക്കാമെന്നില്ല ഇതിലാണ്. പക്ഷേ അതിന് മുന്നേ ഒരു 3-4 എടുക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പം ഇൻഷാല്ലാ നടക്കട്ടെ. ഏതായാലും ഞാൻ എൻ്റെ കറിപ്പരിപാടി അങ്ങോട്ട് എടുക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടി കോഴി വാങ്ങിയാൽ നമുക്ക് ഉണ്ണിയപ്പം, രാത്രി ഉണ്ണിയപ്പം ചിക്കൻ കറിയും കഴിക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ ഇത്തിരിയും കൂടി ഞാൻ കോഴി വാങ്ങി കൊണ്ടുവന്നിട്ട് അന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഓരോ കോഴിയിൽ നിന്ന് ഏതായാലും കുറച്ച് പിസ്കി ഞാൻ കുറച്ച് വെള്ളം എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഏതായാലും ഞാനൊന്ന് കറി ഉണ്ടാക്കട്ടെ കേട്ടോ. ഒന്ന് കറീൻ്റെ തേങ്ങയൊക്കെ അരച്ചിട്ട് തേങ്ങാപ്പാലൊക്കെ പറഞ്ഞിട്ട് തേങ്ങയൊക്കെ അരച്ചിട്ട് അങ്ങനെ ഒരു കറി ഉണ്ടാക്കിയാലേ ഓൾക്ക് അതൊരു സന്തോഷമാകുമല്ലോ. നമ്മളെ കൊണ്ട് ഇതൊക്കെ തന്നെ കഴിയുള്ളൂ. അങ്ങനെ ഇതാക്കണേ, ഞാൻ കറി ഉണ്ടാക്കട്ടെ. മക്കൾ എന്തൊക്കെയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓടിപ്പാച്ചിലാണ്. അപ്പം അങ്ങനെ കറിയൊക്കെ ഞാൻ ഓൾക്ക് കൊണ്ടു കൊടുത്തിട്ടോ. പകുതി മുക്കാലും കറിയും കഷ്ണങ്ങളൊക്കെ ഓൾക്ക് കൊണ്ടു കൊടുത്തു. ഇനി പത്തിരി കണ്ണം വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതും കൂടി ഞാൻ കൊണ്ടു കൊടുക്കട്ടെ. ബാങ്ക് ഇതാകെ കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങോട്ട് കൊണ്ടു കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ എവിടെയാണ് ഇതിൻ്റെ പരിപാടി നടക്കണമെന്ന് ചോദിച്ചാൽ നമ്മളെ തൊട്ടപ്പുറത്ത് നമ്മളെ കുട്ടാപ്പീൻ്റെ വീട്ടിലാട്ടോ. അവിടെ ഇതാക്കണ പോലെ അടുക്കള ഭാഗത്ത് കുറച്ച് സ്ഥലം ഒഴിവുണ്ട്. അപ്പോൾ അവിടെ ഇതാക്കണം ഇങ്ങനെയൊക്കെയാണ് കെട്ടി എന്തൊക്കെയോ കാട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും കണ്ണനും അതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഇങ്ങനത്തെ ലൈറ്റ് നമ്മളെ വീട്ടിലുണ്ടോ, എല്ലാ വീട്ടിലും ഉണ്ട്, എല്ലാ രസമല്ലേ ഈ ലൈറ്റ് കാണാനായിട്ട്. അങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് തുണിയൊക്കെ ഇട്ട് വെച്ച് മറിച്ച് അയലുമ്പോൾ കൂടെയൊക്കെയാണ് തുണിയൊക്കെ ലൈറ്റൊക്കെ ഇട്ടിരിക്കുന്നത് കേട്ടോ. എന്നാലും ഓരോ സന്തോഷമാണല്ലോ, മക്കളെ സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ ആയാലും ഓരോപ്പൊക്കെ തുറന്നുകൊണ്ട് കാണില്ലേ. കുറ്റം പറയാൻ വന്നതാ. അതല്ല അവർക്ക് തന്നെ ഫ്ലാഷ് ഓഫ് ആക്കിയത് എന്താ പറയല്ലേ.
നന്ദി പറയണത് അവസാനിപ്പിക്കാൻ ഒറ്റ ലിയക്ക് വേണ്ടിട്ട് അത് ഓ താങ്ക് യു അതെ കുട്ടി എനിക്ക് സംഭവം ശരി എന്റെ അമ്മമാർ അങ്ങനല്ല അപ്പൊ ഇങ്ങളെ റെഡിക്ക് കാണണം കുട്ടീൻ്റെ കട കയ്യടി 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 ഇതൊക്കെ വാച്ചോ കാലി ഡിസൈൻ സിമ്പിൾ അങ്ങനെ മൈലാഞ്ചി മൈലാഞ്ചി മോത്തുകൂടെ അങ്ങനെ ഇതാക്കണം. ആ ഒരു നോൽമ്പ് തുറ അങ്ങോട്ട് കഴിഞ്ഞെത്തിയിട്ടുണ്ട് കേട്ടോ. ഈശമ്മോളം മൈലാഞ്ചിയിടൽ പ്രക്രിയയാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പം മൈലാഞ്ചി ഒക്കെ ഇട്ട് പിന്നെ ഞാൻ ഇത്തിരി കറി എടുത്തേച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതും കൂട്ടി ഞാൻ ഉണ്ണിയപ്പം അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല രസമാണ് കേട്ടോ. ഉണ്ണിയപ്പം ചിക്കൻ കറി അല്ലെങ്കിൽ നെയ്യപ്പം ചിക്കൻ കറി അതൊക്കെ നല്ല രസമാണ്. അപ്പോൾ മൂപ്പർക്ക് തന്നെ ആ ഒരു കറി മതി എന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് അതൊക്കെ അങ്ങോട്ട് തിന്ന് കഴിഞ്ഞു. സമാധാനമായി. നോൽമ്പും തുറന്നതൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ചെറിയൊരു നോൽമ്പും തുറന്ന് കുട്ടികളൊക്കെ പാടെ കൂടിയിട്ട് നല്ല രസമായിട്ട് അങ്ങനെ കഴിഞ്ഞു അത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് അത്ര തന്നെ ഉള്ളൂ. ഇനി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പോയിട്ടൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പം മൂപ്പര് ഇതാക്കുന്നത് ഈ ചില്ലാത്ത ചിക്കൻ ഉണ്ടാക്കിയാണ്ട് എടുത്ത് തിന്നുന്നുണ്ട്. ഏതായാലും നാളെ വീഡിയോ കാണാം.